മടക്കി തന്ന 1.25 വർഷം പൂർത്തീകരിക്കുന്നതിനിപ്പുറം അല്ലാപ്രകാരം ദൈവം സമ്പത്തുള്ളവരായി ഉയർത്തിയതുപോലെ ഇപ്പോഴത്തെ തകർച്ചകളെ മാറ്റി ചില വിടുതലുകളെയും അയക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന ചില ആഭിചാര കെട്ടുകൾ, ചില മന്ത്രവാദത്തിന്റെ കെട്ടുകൾ ഈ ശരീരമണ്ഡലം വിട്ട് ഇന്ന് പകൽ പുറത്തു പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാം. കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ദൈവശക്തി നിന്റെ ശരീരത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വീടിനപ്പുറത്ത് നിങ്ങളുടെ ഉയർച്ച കണ്ട് ഒന്ന് വിളിച്ച വിളി കേൾക്കുന്ന ഒരു വീട്ടിനകത്ത് നിന്ന് പേരും നാളും പറഞ്ഞുകൊണ്ട് കെട്ടിവച്ചു കൂട്ടം കൂടി ആലോചിച്ച് ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവർ ഉന്നതരായി പോകും, നമ്മുടെ മേളിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടം കൂടി ആലോചിച്ച് തൊടുത്തുവിട്ട ചില മന്ത്രവാദത്തിന്റെ കെട്ടുകൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇപ്പോൾ അത് അടിച്ചു മാറുക. അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ, അടിഞ്ഞു മാറട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കോ. നിന്റെ ചുറ്റുപാടുള്ളവർക്ക് ഭയം ഉണ്ടാകാൻ പോവുക. ചില കുടുംബങ്ങൾക്ക് ഭയം നിർത്താൻ പോവുക. അവരെ വരച്ചു പോകാൻ പോവുക. അവരെ ഭയം തട്ടുമാറുന്ന പ്രവൃത്തി ദൈവം അയക്കാൻ പോവുക. ഇന്ന് എത്ര പേര് ദൂത് പിടിക്കും? എത്ര പേര് ദൂത് പിടിക്കും? ധൈര്യത്തോടെ പിടിച്ചോ. നിങ്ങൾക്കെതിരെ എഴുന്നേറ്റവർക്ക് അന്ധത പിടിപ്പിക്കുന്നതയ്യോ, അവർക്ക് ഭയം പിടിപ്പിക്കുന്നതയ്യോ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവർ ആത്മാവിൽ എന്റെ ദൈവത്തെ ആരാധിക്കട്ടെ. പലർക്കും ഭയം പിടിക്കുമാറ്, പലർക്ക് സംരംഭം പിടിക്കുമാറ് ദൈവപ്രവൃത്തി അയക്കുന്ന ദൈവം. ഹല്ലേലൂയ. കൂട്ടം കൂടി രാജാക്കന്മാരുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തിയെങ്കിൽ നിന്റെ ശത്രുക്കളുടെ നടുവിൽ ദൈവം നിന്റെ തല ഉയർത്തും. നീ ഏത് പട്ടണത്തിലാണോ നിലവിളിച്ചത്, ഏത് പട്ടണത്തിലാണോ നീ കരഞ്ഞത്, അതേ പട്ടണത്തിൽ തന്നെ നിന്നെ രാജകീയമായി ഉയർത്തുന്ന ദൈവമുണ്ട്. അതെത്ര വിശ്വസിക്കുന്നു? ഈ പട്ടണത്തിൽ ദൈവം ഉയർത്തുന്നത്. ഒരുവനെ ദൈവം ഉയർത്താൻ പദ്ധതിയിട്ടാൽ ആർക്കെങ്കിലും തടയാൻ പറ്റും? മക്കളെ പറയട്ടെ, തടയാൻ പറ്റും? പറ്റത്തില്ല. പ്രതികാരം നമുക്കുള്ളതല്ല, എന്റെ ദൈവത്തിനുള്ളതാ. പട്ടണത്തിൽ 10 പൂഴിവാരിയിട്ട് നിലവിളിച്ച അതേ പട്ടണത്തിൽ ശത്രു കാണുക അവനെ കുതിരപ്പുറത്തിരുത്തി ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് പകൽ ചില ഉന്നതങ്ങളെ വാഹനത്തി ഓടിച്ച് ദൈവം മാനിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഉന്നതങ്ങളിൽ വാഹനത്തി ഓടിച്ച് മാനിക്കാൻ പോവുകയാണ്. കുമരത്തമ്മളോട് ദൈവം നീ ശക്തമായി പ്രാർത്ഥിച്ചാൽ ചില പാട്ടുകൾ എഴുതാൻ ദൈവം കൃപ തരും. ദൈവാത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. ചില ക്രിസ്ത്യൻ ചാനലുകളിൽ പോലും പാട്ടുപാടാൻ വേദി നിന്റെ മുമ്പിൽ ഇരുന്നാൻ പോവുകയാണ്. ഈ പകുതി ഏറ്റെടുത്തു. സ്തോത്രം. നിന്റെ പേര് പുറത്തു വരാൻ പോവുകയാണ്. നിന്റെ ദേശം അറിയപ്പെടാൻ പോവുകയാണ്. ചില സ്റ്റേജുകൾ ദൈവാത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. ചില ജനക്കൂട്ടങ്ങൾ ദൈവാത്മാവ് കാണിക്കുന്നു. അവരുടെ നടുവിൽ നീ പാടാൻ പോവുക, പാടാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? സ്വത്രം എന്നെ കാണിക്കുന്നത് 10,000 കണക്കിന് ആളുകൾ
കൊച്ചിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു കുട്ടി ജുബ്ബയൊക്കെ ഇട്ടുകൊണ്ട് അവനെ ഇങ്ങനെ ശശിഭാഷ കൈപ്പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ തലയിൽ കൈവച്ചിട്ടൊരു ദൂതിയം പറഞ്ഞു, 15ാമത്തെ വയസ്സിൽ ഒരു പാട്ട് നീ എഴുതി, നീ കീബോർഡിസ്റ്റായി മാറി കേരളത്തിന്റെ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ ദൈവം നിന്നെ മാനിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും. കറക്റ്റ് 15ാമത്തെ വയസ്സിൽ ഒരു പാട്ട് എഴുതി. അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ആ പാട്ട് വൈറലായി. അവൻ കീബോർഡ് പിടിച്ചു. അനേകം പ്രസിദ്ധ പാട്ടുകാരുടെ ഒപ്പം അവൻ കീബോർഡ് പ്ലേ ചെയ്യുകയാണ്. കാരണം ഒരു പ്രവചനം അറിയിച്ചാൽ അതുപോലെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് ഇന്ന് മുതൽ ഈ മുഖത്തെടുത്ത് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിന്റെ വായിക്കകത്ത് ചില വലിയ ദൈവം തരുന്നത്. അത് നീ പേരായി എഴുതുക. സ്വത്രം അത് പാട്ടായി പുറത്തു വരും. ദൈവം പറയുന്നു, അനേകയിടങ്ങളിൽ ഈ കുഞ്ഞിനെ കൊണ്ട് മാതാപിതാക്കളിൽ പാടിക്കാൻ പോകുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധനാഥ ഇവിടെ നിന്ന് തുടക്കം കുറിച്ച് ഈ പകൽ വിശ്വസിക്കുന്നവർ കാലമടിച്ചിട്ടവർ ആ ദൂത് ഇന്ന് പകൽ ഇതിനകത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിവിടുന്ന് പറഞ്ഞേ ഇന്നത് തുറക്കം കുറിച്ചു. ദൈവാത്മ പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. അതേ അതിശക്തമായ നമ്മൾ വരുന്നത്. സ്വത്രം ദൈവം നമ്മുടെ മുഖഛായ മാറ്റുക. സ്വത്രം ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അധീനസ്ഥാനമാക്കാൻ പോവുക. നിങ്ങളെ കൂട്ടം കൂടി തകർക്കാൻ ആഗ്രഹിച്ചവർക്ക് ദൈവം നമ്മളെ ഭയം പിടിപ്പിക്കാൻ പോവുക. ഭയം പിടിപ്പിക്കാൻ പോവുക. അവർക്ക് സംരംഭം പിടിപ്പിക്കാൻ പോവുക. അവരുടെ സ്വന്തം എടുക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് സംഘടന ചോദിച്ചാൽ ആരാ മാസം ഇങ്ങനെ ആവിചാരം ചെയ്തത്? പള്ളിയാണ്ട ക്ഷേത്രത്തിൽ നിന്ന് വന്ന സാധനം സ്വത്രം. ഞാൻ പറഞ്ഞ അതധികം താമസിക്കാതെ വിട്ടവരുടെ ഭവനത്തിൽ ഒരു നിലവിളിയുടെ ശബ്ദം നിങ്ങൾ കേട്ടോ. സ്തോത്രം. അവർക്ക് സംരംഭം പിടിപ്പിക്കും. അവർക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. നിങ്ങളുടെ അടുക്കൽ വന്ന് ക്ഷമ ചോദിക്കും. അപ്പോഴോത്തോളം അവരാ നിങ്ങൾ കെട്ടപ്പെടും. സ്തോത്രം. പത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. നമ്മൾ മൗനമായിരുന്ന മതി. അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓണിന്റെ വീടിന്റെ മുറ്റത്തെ ഭസ്മം കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടോട്ടെ, സ്തോത്രം, ഒരു ചുക്കും സംഭവിക്കത്തില്ലെന്ന്. കാരണം ദൈവം കൂടെയുണ്ട്. അഗ്നിയുടെ ശുശ്രൂഷ അഭിഷേകത്തിനും കൂടെയുണ്ട്. നമ്മുടെ കയ്യിൽ ഇറങ്ങാത്ത ഭൂതമില്ല. പത്രം പറഞ്ഞാട്ടെ. ഏറ്റവും വലിയ ഭൂതമായിരുന്നു ഭാര്യ. അതിനെ വരെ ഇറക്കിയില്ല. അതിനേക്കാളും വലിയ ഭൂതം വേറില്ല. ഞാൻ പറയുന്നത് പഞ്ചായത്തിന് ഒരു ഭൂതം ഇവിടെ ഒരു ദൈവമക്കളുടെ രംഗത്ത് കയറിയാൽ അഭിഷേകത്തിനായി ചിരിക്കും. ഏറ്റവും വലിയ ശക്തിയാണ് ജിന്ന്. ആ ജിന്നിനെ പോലും സെക്കൻഡ് കൊണ്ട് അടിച്ചുവിടാനുള്ള അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. ഇന്ന് മകൻ സംരംഭം പിടിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഇന്ന് മകൻ ദൈവത്തെ സ്തുതിച്ചിട്ടവർ നമ്മുടെ രണ്ടാമത്തെ ദൈവപ്രതി ആർക്കാ കാണാൻ പോണേ? പറ. നമ്മൾക്കെതിരെ കൂട്ടം കൂടിയവർ, നമ്മളെ തകർക്കാൻ എഴുന്നേറ്റവർ, നമ്മുടെ മക്കളുടെ ഭാവിയെ ബന്ധിച്ചവർ, നമ്മുടെ വരുമാനത്തെ ബന്ധിച്ചവർ, നമ്മളെ രോഗിയാക്കാൻ നോക്കുന്നവര് സംരംഭം പിടിക്കുമാറ് ഒരു ദൈവം പ്രവൃത്തി വെളിപ്പെടും. ദൈവം പറയുന്നു, സകലം കാണുന്ന ദൈവം പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. പല പ്രാവശ്യം അതൊന്നും ഒരിക്കൽ കൂടെ ആവർത്തിക്കുക. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു ലഗേജും പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ നീ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന്
പലരും കൂട്ടം കൂടി നിന്റെ ഭവനത്തിനെതിരെ തൊടുത്തുവിട്ട ആ വിചാരം കട്ടടിച്ചു മാറ്റി. ഇത് ഒരു ശുഭകരമാകുന്ന യാത്ര പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്ത് 11 വർഷം ഞാൻ കാണുന്നു. എയർപോർട്ടിൽ നിന്നൊരു പുതിയ ചുമന്ന ഒരു പറ്റി ഷൂക്കേഴ്സ് ദൈവാത്മ കാണിക്കണം. അത് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഷൂക്കേഴ്സ് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ എയർപോർട്ടിൽ കയറി പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ പോകാൻ ഒരു വഴി ഒരുങ്ങി. അന്നപ്പോൾ പുള്ളിക്ക് ഡ്രസ്സ് വെക്കാൻ പറ്റിയില്ല. ഒരു എല്ലാ കട നിന്നപ്പോൾ അങ്ങനെ പറ്റിയില്ല. അവസാനം പാമ്പാടി കട വന്നവർ ഒരു ചുമല തൊട്ടിയുണ്ട്. ഊത് നിറവേറണോ? ഒരു ചുവന്ന ഷോക്കേഴ്സ് പുള്ളി മേടിച്ചു. അതുകൊണ്ട് പുള്ളി എയർപോർട്ടിനകത്ത് കയറുമ്പോൾ അതിനകത്ത് എന്നെ വിളിച്ചു, പാസ്റ്ററേ ഒരു ഫോട്ടോ എടുത്തായിട്ട് വേണ്ടേ ചുമന്ന പെട്ടി, ഞാൻ സിംഗപ്പൂരിൽ പോയി. അദ്ദേഹം പോയി തിരിച്ചു വന്ന് 5000 രൂപ ദശാംശം പോത്ത് ഫ്രൈ മീൻ കറി കൊട്ടി ഊണും ഞാൻ കഴിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. ഈ പകൽ പിടിക്കാമെങ്കിൽ പിടിച്ചു. സ്തോത്രം. ഒരു സാക്ഷ്യങ്ങൾ പറഞ്ഞ് അടിവരയിടുകയാണ്. ആരൊക്കെ തുറപ്പിച്ചോ പുറപ്പാടൊരുങ്ങിക്കോ. പലരും കാണുന്ന ഒരു ദൈവ പ്രവൃത്തി ഇതിന്റെ അകത്ത് വെളിപ്പെടും. നമ്മുടെ ഓൾഡ് സെക്രട്ടറി സ്വപ്നം കണ്ടു UK നിൽക്കുന്നു. കാവുമണി തന്നെ UK അതെ നിൽക്കുന്നത്. അത് ദൈവിക ലക്ഷണമാണ്. അദ്ദേഹം ഒരു സ്വപ്നമാണ്. ഞാനത് പുള്ളി തമാശയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനത് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു പറഞ്ഞ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ രാജ്യത്ത് സാക്ഷ്യം. ദൈവത്തിന് മാറ്റമില്ല. ഇന്നത്തെ തുടിക്കാവുന്ന പിടിച്ച് പരിശുദ്ധമായ സ്ഥിതികളെ മാറ്റുന്ന ദൈവം ഉയരത്തിലുണ്ട്. മറ്റുള്ള ശത്രുക്കൾക്ക് സംഭ്രമം പിടിപ്പിച്ച് ഒരു ദൈവ പ്രവൃത്തി ശത്രുവിന്റെ പാളയത്തെ ദൈവം അയച്ചു. ഒരു ദൈവ പ്രവൃത്തി പറഞ്ഞ് ആരാധിക്കാൻ പോവുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ദൈവ പ്രവൃത്തി. സ്തോത്രം. 69-ാം സങ്കീർത്തനം 32-ാം വാക്യം. സൗമ്യതയുള്ളവര് അതിന് 1-2 വാക്യം മുകളിലോട്ട് കേൾക്കുന്ന വായിച്ചാട്ടെ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. പാവപ്പെട്ടവൻ ദരിദ്രൻ സഹായിപ്പാൻ ആരുമില്ല. ഇവരോട് കരുണ തോന്നാൻ ആരുമില്ല. എല്ലാവരും ഇവനെ തള്ളിക്കളഞ്ഞതാണ്. എല്ലാവരും പരിഹസിച്ചതാണ്. ഇവരൊരിക്കലും രക്ഷപ്പെടത്തില്ല. ഇവരൊരിക്കലും ഗതിപിടിക്കത്തില്ല. പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം അറിയിപ്പിക്കുകയാണ്. സാമ്യതയുള്ളവർ ദൈവ പ്രവർത്തിക്കാണ്. ഇന്ന് പകൽ പറഞ്ഞവരെ കൊണ്ട് തന്നെ ഒരു ദൈവ പ്രവർത്തിയുടെ സാക്ഷ്യം ദൈവം തിരിച്ചു പറയും. എത്ര പേര് വിശ്വസിക്കും? പുള്ളി രക്ഷയൊന്നും നടത്തി. ആ സഹോദരനോ രക്ഷപ്പെടുത്തുന്നില്ല. മൊത്തം പോയി കിടക്കുക. ആ കൊച്ചോ അതൊന്നും പുറത്തു പോകത്തില്ല. പലരും നിന്ദിച്ചെടുത്ത് തന്നെ അല്ല അവരെ കൊണ്ട് തന്നെ സൗമ്യതയുള്ളവർ ദൈവ പ്രവൃത്തി കാണും. അവരെ കൊണ്ട് ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് എന്ന് തിരിച്ചു പറയിക്കുന്ന ഒരു ദൈവം ഇന്ന് പല നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നത്? അവർ മാത്രം തലകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നില്ല.
ഒത്തിരി മാറ്റം, നല്ല മാറ്റമുണ്ട്. സൗത്രം ഒന്ന് വന്ന് നോക്കാൻ കളയാം. അല്ല വീശ, നിങ്ങളൊന്ന് ഒന്ന് നോക്കട്ടെ. ആസക്തി വലിയുന്നത് വലിഞ്ഞ, പക്ഷെ ഇന്ന് വലിവ് മാറി അല്ലേ? സ്വതന്ത്രം ദൈവസ്ഥിതി മാറ്റി, കുടുംബത്തിൽ സമാധാനം വരാൻ തുടങ്ങി. പക്ഷേ വാഗ്ദത്തം നിറവേറാൻ പോവുക. പലരും കാണുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന് സ്വന്തമായ ഒരു വാഹനം വാങ്ങി അത് ടാക്സി ഓടത്തക്ക നിലവാരത്തിൽ കർത്താവിന്റെ ക്രമീകരണം ചെയ്യാൻ പോവുക. ഇനി മറ്റുള്ളവരുടെ വണ്ടി ഓടിക്കാറില്ല, സ്വന്തമായ ഒരു വാഹനം വാങ്ങി അത് ഉപജീവനത്തിന് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. സകലരും കാണുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ആരാധിക്കാൻ പോവുക. ശക്തമായ ദൈവത്തെ ആരാധിച്ചോളാം. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. ആത്മസാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാവരും ആരാധിക്കണം. ആരും കൈയടിക്കാതിരിക്കും. ഇന്ന് കൈയടിക്കാത്തവര് നാളെ കൈയും കാലിട്ടടിക്കും. പിടികിട്ടിയോ? ഇന്ന് കൈയടിക്കാത്തവര് നാളെ കൈയും കാലിട്ടടിക്കേണ്ട അവസ്ഥ വരും. അത് വരാതിരിക്കാൻ നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുക. എല്ലാവർക്കും അറിയാവുന്ന പാട്ടുപാടി പരിശുദ്ധനെ ആത്മാവിനെ ആരാധിക്കാം.
നിന്റെ മനസ്സിന്റെ ആഴത്തെ ദൈവാത്മാവ് കാണും. നീറുന്ന ചില വിഷയങ്ങളുമായിട്ടാണ് ഇന്ന് പകൽ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നത്. മറ്റാരോടും അറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ നടുക്കടലിൽ മുങ്ങിത്താഴുന്നവളെ പോലെ എന്ത് ചെയ്യുന്നറിയാൻ കഴിയാതെ ഞാനൊരു ദ്രോഹം ചെയ്തില്ല, പിന്നെ എന്താണ് ദൈവമേ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇടമെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഇന്ന് പകൽ ആലയത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ സകലരും കാണുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരാളെയോ നിന്റെ മേൽ വെളിപ്പെടുന്നു. മനോവസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുമ്പോൾ ഒരു നല്ല വാക്കതിനെ സന്തോഷിപ്പിക്കും. നീ മനസ്സിടിയപ്പെട്ട നിന്റെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തരാൻ പോവുകയാണ്. ഇന്ന് പ്രേരിപ്പിച്ചു കൊടുക്കാം. സകലരും കാണുന്നത് ഒരു ദൈവ പ്രവർത്തി നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നമ്മുടെ തലമുറയിൽ വെളിപ്പെടാൻ പോവുകയാണ്. നമ്മുടെ സഭയിൽ വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സൂര്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ പരിശുദ്ധനെ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ആത്മീയഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. നല്ല സങ്കീർത്തനം, നല്ല സാക്ഷ്യങ്ങൾ, അതിശക്തമായ പ്രവചന ദൂതകൾ ദൈവം ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകരത്തിൽ കൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല സ്ഥലത്ത് അതിന്റെ യുദ്ധങ്ങൾ കൊടിമ്പരി കൊണ്ട കർത്താവെ നിൽക്കുമ്പോൾ അവിടെ ഇവിടെയായി നിന്റെ ജനങ്ങളെ സൂക്ഷിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങളിൽ കടന്നവരാതെ ലോകത്താലും ഭാരത്താലും ആയിരിക്കുന്നവർ ഓർക്കുന്നു. അവരെല്ലാം സഹായിക്കണം. പരിഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതയോടെ സൂക്ഷിക്കണം. കർത്താവ് ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുവാൻ ദൈവം സഹായിക്കണം. കർത്താവ് കടന്നു വന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് കരത്തിന്റെ മാവ് കുറയരുത്, ഭരണിയിലെ എണ്ണ തീർന്നു പോകരുത്, ഒരു വീട്ടിലും എണ്ണത്തിൽ കുറവ് സംഭവിക്കരുത്. ഞങ്ങളെല്ലാവരും മുൻനിരയിടുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം നൽകി തന്ന പിതാവാം ദൈവത്തെ ആ കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം എല്ലാവരും ആട്ടെ. 12 അറിയിപ്പുകളുണ്ട്. ഇന്ന് പുതിയതായിട്ട് കുറെ പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. മറ്റ് സഭകളിൽ പോകുന്നില്ലെങ്കിൽ ഈ സഭയായി